പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. നാദാപുരം സബ് ഡിവിഷന് കീഴിലാണ് പരിശോധന. സാനിയോ മനോമിയുണ്ട് വിവരങ്ങളുമായി. സാനിയോ, മുൻപ് സ്ഫോടക വസ്തുക്കളൊക്കെ പിടികൂടിയ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലാണ് തെരച്ചിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങൾ, കണ്ണൂർ, വടകര അതിർത്തി പ്രദേശങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിൽ പരിശോധനകളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ പോലീസിന്? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വിനിത, പോലീസിന് ഇതുവരെ നടന്ന പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിനിത സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ, കോഴിക്കോട് അതിർത്തിയിലാണ് വ്യാപകമായ പരിശോധന നടത്തുന്നത്. വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിങ്ങത്തൂർ, നാദാപുരം ഡിവിഷനിൽ കീഴിലുള്ള പെരിങ്ങത്തൂർ ആ ഭാഗങ്ങളിലാണ് കൂടുതലായും പരിശോധന. മുൻപ് ഏതെങ്കിലും തരത്തിൽ ബോംബ് കേസുകളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ബോംബ് പിടികൂടിയവരോ ഇവരുടെയൊക്കെ വീടുകൾ, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഇവിടെയൊക്കെയാണ് വ്യാപകമായി പരിശോധന നടക്കുന്നത്. കൂടാതെ പെരിങ്ങത്തൂർ പുഴയുടെ 2 തീരങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഒരു തീരത്ത് പുഴയുടെ അപ്പുറവും ഇപ്പുറവും 2 ജില്ലകളാണ്. പെരിങ്ങത്തൂർ പുഴ അതിർത്തിയാണ്. 2 തീരങ്ങളിലും മുൻപ് പലയിടങ്ങളിൽ നിന്നും ബോംബ് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡും അതുപോലെ ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ പരിശോധനയാണ്. കണ്ണൂരിലേതിന് സമാനമായുള്ളൊരു പരിശോധനയാണ്. രാവിലെ മുതൽ ഒരു 11 മണിവരെ പരിശോധനയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയുള്ള പരിശോധനയിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശരി, സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.